കല്ലിൽ കവിത വിരിയിച്ച് ഒരു കൂട്ടം മനുഷ്യർ. ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും തങ്ങളുടെ തൊഴിൽ അന്യം നിന്നുപോകുമോ എന്ന ആധിയാണ് ഇവർക്ക്. കുന്നംകുളം ഗുരുവായൂർ സംസ്ഥാന പാതയോരത്തെ 30-ലധികം കുടിലുകളിലായാണ് കരിങ്കൽ ശില്പങ്ങളുടെ നിർമ്മാണം. ഭാവനയും കരവിരുതും കൊണ്ട് ഇവിടുത്തെ ശില്പികൾ കൊത്തിയെടുക്കുന്ന ശില്പങ്ങളാണ് സംസ്ഥാനത്തെ മിക്ക ക്ഷേത്രങ്ങളിലുമുള്ളതെന്ന് അറിയുന്നവർ വിരളം. ഈ ഓലക്കുടിലുകളിലിരുന്ന് കൽപ്പൊടികൾക്കിടയിൽ മാസ്ക് പോലുമില്ലാതെ ശില്പികൾ ജോലി ചെയ്ത് ജീവിതം തീർക്കുന്നു. കാലം കരിങ്കല്ലുചെത്തിന്റെ കോലം മാറ്റി മെഷീൻ കട്ടറുകൾ വന്നെങ്കിലും പുതുതലമുറയ്ക്ക് ഈ മേഖലയോട് വിമുഖതയാണെന്ന് കൊത്തുപണിക്കാർ. അടുക്കള പഠിക്കാൻ കുറെ ആൾക്കാർ കുറവേ വരുന്നുള്ളൂ. ഈ പണിക്ക് കുറച്ച് ആൾക്കാർ വളരെ ആരും പഠിക്കുന്നില്ല. ഇപ്പൊ പഠിക്കാൻ നല്ല അധ്വാനം പിടിച്ച തൊഴിലത്. അപ്പൊ അതിനോളം വയർപ്പൊക്കെ ആയിട്ട് ഇപ്പൊ ഷർട്ടൊക്കെ കേടുവരും. അപ്പൊ ശരീരത്തിൽ വയർപ്പൊക്കെ പിടിക്കും. അപ്പൊ അങ്ങനെ ആൾക്കാർ കുറവേ ഇത് പഠിക്കുന്നുള്ളൂ. ശില്പനിർമ്മാണം അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം കരിങ്കൽ കൊത്തുപണി നടക്കുന്ന സ്ഥലമെന്ന ഖ്യാതി കുന്നംകുളത്തെ കുറുക്കൻപാറ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് അടുക്കള ഭരണത്തിനുള്ള ഉപകരണങ്ങൾ മുതൽ ഖബറിനടയാളം വെക്കുന്ന മീസാൻ കല്ലുകൾ വരെ ഇവിടെയുള്ളവർ രൂപപ്പെടുത്തും. തങ്ങളുടെ നിർമ്മിതികൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ളപ്പോഴും ഇവരെ അലട്ടുന്നത് ഒന്നുമാത്രം: ഏറെ സ്നേഹിക്കുന്ന ഈ കുലത്തൊഴിൽ അന്യം നിന്നുപോകുമോ എന്ന ആശങ്ക. ശ്വേത ഷാജി, ഇന്ത്യ വിഷൻ, തൃശൂർ.